ഒരു മണ്ഡലത്തിൽ കോൺഗ്രസും ബിജെപിയും തമ്മിൽ നേർക്കുനേര മത്സരം, താമരയും കൈപ്പത്തിയും തമ്മിൽ നേർക്കുനേര മത്സരം വന്നു. അവിടെ ഒരു 20,000 25,000 വോട്ട് ഞങ്ങൾക്കുണ്ട് എന്ന് കരുതുക, അത്രയുള്ളതെന്ന് കരുതുക. ഞങ്ങളുടെ വോട്ട് ഞങ്ങള് ഒരു മുൻവിധിയും കൂടാതെ കൈപ്പത്തി ചിഹ്നത്തിൽ രേഖപ്പെടുത്തും, ബിജെപിയുടെ തോൽവി ഉറപ്പുവരുത്തും. ഇതാണ് ഞങ്ങളുടെ നിലപാട്. നിങ്ങൾ കേട്ടില്ലേ, ഇടതുപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട നേതാവ് പി മോഹനൻ പരസ്യമായിട്ട് അവരുടെ വോട്ടു കച്ചവടത്തെക്കുറിച്ച് വിളിച്ചു പറയുന്നത്. എന്താ വിളിച്ചു പറഞ്ഞിട്ടുള്ളത്? താമരയും കോൺഗ്രസും നേർക്ക് നേർ മത്സരം വരുമ്പോൾ ഞങ്ങളുടെ സകല വോട്ടുകളും ഞങ്ങൾ കൊടുക്കുക കോൺഗ്രസിനാണ് എന്ന്. അപ്പോൾ തൃശ്ശൂരിലൊക്കെ ശക്തമായിട്ടുള്ള താമരയും കോൺഗ്രസും തമ്മിലുള്ള മത്സരമാണല്ലോ. ഭാരതീയ ജനതാ പാർട്ടിക്ക് ശക്തനായിട്ടുള്ള സ്ഥാനാർത്ഥിയായിട്ടുള്ളത് സുരേഷ് ഗോപിയാണ്. കെ മുരളീധരനാണ് കോൺഗ്രസിനുള്ളത്. സ്വാഭാവികമായിട്ടും ദുർബലനായിട്ടുള്ള സുനിൽ കുമാർ, അതും CPIയുടെ സ്ഥാനാർത്ഥിയാണ്. CPMകാരൊന്നും അവർക്കല്ല വോട്ട് ചെയ്യുക, കോൺഗ്രസിനാണ് വോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ വിളിച്ചു പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ തിരുവനന്തപുരത്തേക്ക് വരികയാണെങ്കിലും ഭാരതീയ ജനതാ പാർട്ടിക്ക് ശക്തനായിട്ടുള്ള സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറാണ്. കോൺഗ്രസിനും ശക്തനായിട്ടുള്ള സ്ഥാനാർത്ഥി തന്നെയാണ് ശശി തരൂര്. പക്ഷേ വളരെയധികം ദുർബലനായിട്ടുള്ളൊരു സ്ഥാനാർത്ഥിയാണ് CPI വെച്ചിട്ടുള്ളത്. ഈ പന്ന്യൻ രവീന്ദ്രനാണ്. അദ്ദേഹത്തിനും വോട്ടില്ല എന്ന് തന്നെയാണ് CPMൻ്റെ ഈ ഒരു പ്രഖ്യാപനം കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രധാനമായിട്ടും ആലപ്പുഴ മണ്ഡലം കൂടിയും ഒരു വോട്ട് കച്ചവടം നടത്തിയേ CPMന് മുന്നോട്ട് പോകാൻ സാധിക്കൂ. കാരണം മറ്റൊന്നുമല്ല, ഇടതുപക്ഷത്തിനെയും കോൺഗ്രസിനെയും ഒക്കെ ഒരുമിച്ച് മുന്നിൽ നിന്ന് നിയന്ത്രിക്കുന്ന വളരെ പ്രധാനപ്പെട്ട നേതാവാണ് KC വേണുഗോപാൽ. അപ്പോൾ ഈ KC വേണുഗോപാലിനെ വിജയിപ്പിക്കൽ ഇടതുപക്ഷത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. പ്രധാനമായിട്ടും ഭാരതീയ ജനതാ പാർട്ടിക്ക് സ്ഥാനാർത്ഥിയായിട്ടുള്ളത് അതിശക്തിയായിട്ടുള്ള ശോഭാ സുരേന്ദ്രനാണ്. ശോഭാ സുരേന്ദ്രനെ മറികടക്കുക എന്ന് പറയുന്നത് വളരെയേറെ പ്രയാസമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷം സകല വോട്ടുകളും KC വേണുഗോപാലിലേക്ക് എത്തിക്കുമെന്നുള്ളതാണ് പരസ്യമായിട്ട് വിളിച്ചു പറയുന്നത്. ഈ കൂട്ടുകച്ചവടമൊന്നും ഇന്നും ഇന്നലെയും തുടങ്ങിയിട്ടുള്ളതല്ല. കൂട്ടുകച്ചവടത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് കേരളത്തിലൊരു പാർലമെൻറ്റ് മണ്ഡലമൊന്നും വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കാത്തത് എന്നുള്ളതും മറ്റൊരു യാഥാർത്ഥ്യമാണ്. എന്തൊക്കെ തന്നെയായാലും ഇടതുപക്ഷം ഇവരുടെ കൂട്ടുകച്ചവടം വിളിച്ചു പറയുമ്പോൾ ഈ മുന്നണികൾ തന്നെ രണ്ട്, അതായത് ലോകത്തെവിടെയും ഇല്ലാത്തൊരു സംവിധാനമാണ്. ഒരേ മുന്നണിയിൽ നിൽക്കുന്നു, എന്നിട്ട് രണ്ട് സ്ഥാനാർത്ഥികളെ നിർത്തുന്നു, എന്നിട്ട് സ്വന്തം അണികളെ അങ്ങ് വഞ്ചിക്കുകയാണ്. സ്വന്തം അണികൾ തമ്മിൽ വലിയ അടിയും പിടിയും ചോര ഉൾപ്പെടെ നിലത്ത് വീഴും. ഓരോ ആളുകളുടേതേയും വളരെ വലിയ വാശിയേറിയ മത്സരവുമായിരിക്കും. പക്ഷേ ഇവരൊക്കെ തന്നെ രണ്ട് മണ്ഡലങ്ങളിലും കോൺഗ്രസ് ആണെങ്കിലും CPM ആണെങ്കിലും ഒക്കെ വിജയിച്ച് വരുമ്പോൾ ഇവർ തോളിൽ കൈയിട്ട് ചിരിച്ച് ഒരുമിച്ച് മുന്നോട്ട് പോകും. അതേസമയം ഇവർക്ക് വേണ്ടി വാദിച്ച് തെറി വിളിച്ച് അടിയുണ്ടാക്കി കച്ചറ ഉണ്ടാക്കിയ ആളുകൾ സ്വന്തം നാട്ടിൽ കച്ചറയുമായിട്ട് തന്നെ മുന്നോട്ട് പോകും. നേതാക്കന്മാർ ഒരേ മുന്നണിയിൽ ഒരേ തോളിൽ കൈയിട്ട് അങ്ങനെ പോവുകയുമാണല്ലോ പതിവ്. ഈ ഒരു നേതാവ് തന്നെ പരസ്യമായിട്ട് വിളിച്ചു പറഞ്ഞത് കേട്ടില്ലേ, ഞങ്ങൾ വോട്ട് ചെയ്യുക കോൺഗ്രസിനാണ് എന്ന്. എന്തിനാണടോ പിന്നെ രണ്ട് സ്ഥാനാർത്ഥിയൊക്കെ വെക്കുന്നത്? അന്തസ്സോട് കൂടിയിട്ട് നിങ്ങളൊരു മുന്നണി തന്നെയല്ലേ? പ്രബുദ്ധരായിട്ടുള്ള വിദ്യാസമ്പന്നരായിട്ടുള്ള മലയാളികളെ എന്തിനാണ് വീണ്ടും വീണ്ടും നിങ്ങളിങ്ങനെ പറ്റിക്കുന്നത്, വഞ്ചിക്കുന്നത്? അന്തസ്സുണ്ടെങ്കിൽ കോൺഗ്രസിനും CPMനും കൂടി ഇനി മുന്നോട്ടെങ്കിലും ഓരോ സ്ഥാനാർത്ഥികളെ വെക്കാനൊന്ന് ശ്രമിക്കും. അല്ലാതെ CPMനൊന്ന് കോൺഗ്രസിന് മറ്റൊന്ന് എന്നൊക്കെ പറഞ്ഞ് എന്തിനാണ് ജനങ്ങളെ ഇങ്ങനെ വിഡ്ഢികളാക്കുന്നത്? ഒരു കാര്യം ഏതായാലും ഉറപ്പാണ്, ഈ കാലഘട്ടത്തിൽ ബോധമുള്ള സകല ആളുകളും മനസ്സിലാക്കുന്നുണ്ട്, നിങ്ങളുടെ വോട്ടു കച്ചവടവും നിങ്ങളുടെ മുന്നോട്ടുള്ള പോക്കും നിങ്ങളുടെ തട്ടിപ്പും വെട്ടിപ്പുമായുള്ള കൂട്ടുകെട്ടൊക്കെ സകല ആളുകളും തിരിച്ചറിയുന്നുണ്ട്. നിങ്ങളുടെ വോട്ടു കച്ചവടത്തെയൊക്കെ കേരളത്തിൽ അധികം വൈകാതെ തന്നെ ജനം പുച്ഛിച്ച് തള്ളുക തന്നെ ചെയ്യും.